പ്രിയ സുഹൃത്തുക്കളെ, ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിന് ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ മഞ്ഞളിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ. മഞ്ഞള് നമ്മളെ വീടുകളിൽ നിത്യവും മിക്ക കറികളിലും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കും. ആ മഞ്ഞളിന് നമുക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് ശക്തികളും ഒരുപാട് കാര്യങ്ങളും ആ മഞ്ഞളിലുണ്ട്. അത് കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അറിയത്തില്ല. എന്നാൽ മഞ്ഞളിന് അമിതമായ ശക്തിയുണ്ട്. അതായത് നമ്മളെ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു സംഭവം ഈ മഞ്ഞളിനകത്തുണ്ട്. അത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. കാര്യം മഞ്ഞൾ കൊണ്ടുവന്നിട്ട് പലരും വേണ്ടാത്ത സ്ഥലങ്ങളിൽ മഞ്ഞൾ നട്ടുപിടിപ്പിക്കും. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ മഞ്ഞൾ നട്ടുപിടിപ്പിക്കാതിരിക്കുക. കാര്യം നമുക്ക് തെക്ക് കന്നിമൂലയില് നല്ല രീതിയിൽ മഞ്ഞൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിന് നല്ല ധനവരവ് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അല്ലാതെ പലയിടങ്ങളിലും നമ്മൾ കൊണ്ടുവച്ചിട്ട് മഞ്ഞൾ നടാതിരിക്കുക. മഞ്ഞൾ അങ്ങനെ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദോഷങ്ങളുണ്ടാവും. അതുകൊണ്ട് കന്നിമൂലയിൽ മാത്രം മഞ്ഞൾ നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിലാക്കും. അതുപോലെ ഇഴജന്തുക്കളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഈ മഞ്ഞൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ അടുക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കുക. ഈ മഞ്ഞൾ നമ്മൾ കറക്കിയകത്ത് നമ്മൾ ഈ മഞ്ഞൾ ഇടുന്നത് എന്തിനു വേണ്ടിയാണ്? കാര്യം എന്ന് പറഞ്ഞാൽ അതിലുള്ള വിഷാംശങ്ങളും കാര്യങ്ങളും എല്ലാം പിടിച്ച് എടുത്ത് നല്ല രീതിയിൽ ശുദ്ധീകരിച്ച് നമുക്ക് തരുന്നതിനാണ് നമ്മൾ കറികളിലെല്ലാം ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത്. അതുപോലെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കുക. മഞ്ഞൾ നമ്മൾ സൗന്ദര്യവർദ്ധനത്തിന് ഉപയോഗിക്കും. അതായത് മുഖത്തിടാനും മറ്റുള്ള കാര്യത്തിന്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ചൊറിയോ കാര്യങ്ങളോ അതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കുകയും അങ്ങനെ ഒക്കെ ചെയ്യും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള അണുബാധകളും കാര്യങ്ങളും അതൊക്കെ നശിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഈ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ നമ്മൾ പൂജ, അതായത് നമ്മൾ അമ്പലങ്ങളിലായാലും മറ്റുള്ള കാര്യങ്ങളിലെ പൂജയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കും. അത് അത്രയും പവിത്രമായ ഒരു സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ ഈ പൂജ കാര്യങ്ങളിലെല്ലാം ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വേണ്ടുന്ന വിധത്തിൽ ഈ മഞ്ഞൾപ്പൊടി നല്ല രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിന് നല്ല ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് മഞ്ഞൾപ്പൊടി. അതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും മഞ്ഞൾപ്പൊടി മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. അതായത് കടമായിട്ടോ അല്ലാതെയോ നിങ്ങൾ കൊടുക്കാതിരിക്കുക. കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിലുള്ള ധനവും നിങ്ങളെ കയ്യിലുള്ള ധനവും തീർച്ചയായിട്ടും അവരിലേക്ക് ചെന്ന് ചേരുകയാണ്. അതെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു കാരണവശാലും ആർക്കും കൊടുക്കാതിരിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നല്ല ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വന്നു കയറുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചുരുക്കുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.